ഇതിലെന്ന് പറഞ്ഞ ആരാട്ടി കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ നമ്മളോരോന്ന് പറഞ്ഞ ഇരുന്ന് പോയി. കുഞ്ഞത് ഓർത്ത് സമയമായില്ലയോ? മോ ഇരിക്കുന്നില്ലയോ? ഇരിക്കൂക്കളെ. പിന്നിരുന്നോളാ ഞങ്ങള്. തങ്കമോളെ പ്ലീസ് സന്ധ്യ അവനെ വിളി, അവരിക്കാൻ പറ. ക്ലീറ്റോ അപ്പച്ചന് കരിമീൻ പൊള്ളിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പോയേക്കാം. കരിമീൻ പൊള്ളിച്ച് ഞാൻ ചായ പോലും കുടിക്കാറില്ല. കരിമീൻ പൊള്ളിച്ചുണ്ടെങ്കിലാ ഞാൻ ഒറ്റപ്പറ ചോറുന്നു. അപ്പൊ ഒരു വല്ലാത്ത വിഷമമുണ്ട്. എന്താണെന്നറിയോ? അറിയോ, നിന്റെ കാര്യം ഓർക്കും ഞാൻ ഒരുപാട് കുങ്കിതപ്പെടാറുണ്ട്. നിന്റെ കൈ പിടിച്ച് അവൻ വീടിൻ്റെ പടി വന്നപ്പോൾ അഭിമാനം ഓർത്ത്, തറവാടിൻ്റെ മഹിമ ഓർത്ത് പച്ച വെള്ളം കൊടുക്കാണ്ട് ഞാൻ ഇറക്കി വിട്ട് അതിൻ്റെ സങ്കടിപ്പ് കൊണ്ട്. അതുകൊണ്ട് മോള് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാണ്ട് അപ്പൻ ജലപാനം കഴിക്കില്ല. ക്ഷമിച്ചില്ലേ തങ്കം? ക്ഷമിച്ചു. എനിക്കറിയാം നീ ക്ഷമിക്കും. കരിമീൻ കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോ ഉള്ള കൂട്ടാനും കൂട്ടി കഴിക്കാൻ. നീ കൂടി ഇരിക്കടാ. ഇപ്പൊ വേണമെന്നില്ല. അല്ല നീ ഇരിക്കണം, നീ ഇരുന്ന് കഴിച്ചാ മതി. അപ്പന്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് കഴിക്കും. കൊറേ നാളായില്ലടാ നീ നിന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ പിന്നെ അവന് നന്നായിട്ട് വിളമ്പിക്കൂടാ. അവനും കൊടുക്കാം. ഇല്ല, അമ്മ കഴിക്കട്ടെ. അതെന്തോടാ ഞങ്ങള് വന്നപ്പോ അല്ല അങ്ങനെ എന്റെ കുഞ്ഞിന് എന്തോ വിഷമമുണ്ട് അവന്റെ മുഖത്ത്. ഒന്നുമില്ല അമ്മച്ചി, പിന്നെന്തോ കഴിക്കാത്ത കഴിക്കുന്ന എനിക്ക് കാണണം, അതേ ഉള്ളു സന്തോഷം. ഞാൻ പിന്നെ ഇരുന്നോളാം. ഞങ്ങളുടെ പാകായി രാത്രി വെടിക്കുള്ളൂ. അപ്പോ മാനിന്റെ വെടിവെച്ച് ഞാൻ പാറ പൊടിച്ചിട്ട് ഇങ്ങനെ ഉണക്കി അത് ഒരിടിച്ചിട്ട് ചൂടാക്കി ആ ഇടിച്ച മുളക് ഇങ്ങനെ ചിക്കൻ എടുത്താണല്ലോ ഒറ്റപ്പറ ചോറ്. ഞാൻ കഴിക്കാം. ഇല്ല, എനിക്ക് അപ്പച്ചനും അമ്മച്ചി ഇങ്ങനെ കഴിക്കണ കണ്ടു. സാവധാനം കഴിച്ചാ മതി. അല്ല പതുക്കെ കഴിക്കുള്ളൂ, ഭക്ഷണമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. എങ്ങനെയുണ്ട് അപ്പച്ച? എല്ലാം എവിടെ ഉണ്ടാക്കിയതാ അമ്മച്ചി? പക്ഷെ നല്ല കറിയാ കേട്ടോ. വയറ്റും സുഖമില്ലേ? കഴിക്കടാ. ഇല്ല അമ്മച്ചി, ഞാൻ കഴിക്കാം. അളിയൊരു കാര്യം ചെയ്യ, കഴിക്കുന്നില്ലേ ഇപ്പൊ? ഇല്ലേ, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കാം. അടിയനും അമ്മാവനും ഒക്കെ കഴിക്കാതെ നിൽക്കില്ലേ? എന്നൊരു കാര്യം പറയണം, പുറത്തേക്ക് പോ. എന്തോ പറയാനുണ്ട്, ചെല്ലു. കഴിക്കട്ടെ, എല്ലാം വിളമ്പി കൊടുക്കും. അമ്മ ഒരപ്പം കൂടി തിന്നെ. അല്ല വയറ് കറഞ്ഞ് ഉച്ചക്ക് ചോറുണ്ട്. എത്ര അപ്പം കഴിക്കും കാലത്ത്? ഞാൻ 6, അച്ചായ ഒരു 10 കഴിക്കും. നല്ല കറിയാണ്, ഞാൻ ഒരു 12 കഴിക്കും. നമ്മളിതിനെ വെറുതെ വിടുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? അല്ല, അളിയന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉദ്ദേശം പറയായിരുന്നു. എനിക്ക് പല ഉദ്ദേശങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. നിന്റെ ഉദ്ദേശം എന്താണ്, അത് പറ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. അകത്തിരിക്കുന്ന 2 പേര് ആരാണ്? അത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. ആരാണ്? കർത്താവിനാണ് സത്യമായിട്ടും, അമ്മച്ചിയാണ് അപ്പച്ചനും അമ്മച്ചിയാണ് സത്യം. അവരെപ്പോ പോവും? അവരെ ഇന്ന് പോകാനായിട്ടിരുന്നതാ. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ അളിയൻ്റെയും അമ്മാവൻ്റെയും അമ്മയുടെയും തങ്കത്തിൻ്റെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ 2 ദിവസം നിന്നാ കൊള്ളാമെന്നുണ്ട്. എന്തിനാ രണ്ടാക്കുന്നത്? അവരൊരു 4 ദിവസം നിൽക്കട്ടാ, ഇല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കട്ടെ. അതെ, എന്നിട്ട് പോകുമ്പോൾ ഒരു 25,000 ഉറുപ്പിക കൊടുത്തുകൂടാ? അതെ അതെ. 25,000 രൂപ എന്തിനാ? അല്ലടാ, പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ 25,000 രൂപ വേണ്ടേ? എന്ത് പോലീസ് കേസ്? എന്ത് പോലീസ് കേസ്? ചെവിക്കലിനൊന്നും തോന്നാറുണ്ടല്ലോ. എടാ, ഞങ്ങളെല്ലാം അറിഞ്ഞു. എന്തിനാ നിന്റെ അപ്പം വന്നത്? അപ്പം എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. നിന്നെ കാണാൻ വേണ്ടി വന്നതാ?
എന്തിനാടാ ഈ പുഴു അടിക്കാൻ നിൽക്കുന്നത്? പാലായിൽ നിന്റെ അപ്പൻ എത്ര ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്? 8 സെന്റ് വീട്ടിന്റെ പുറകിലിരിക്കുന്ന കക്കൂസും കൂടെ ചേർത്ത്. മോന്തൊക്കെ കുത്തൻ കൊടുക്കണമെന്ന് ഈശാശ് മോറൻ. എടാ ഞങ്ങളെല്ലാം അറിഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, അമ്മ അറിഞ്ഞു, തങ്കം അറിഞ്ഞു കേട്ടാ. ഇനി നിന്റെ ഒരു നാടകം ഇവിടെ നടക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം 2 എണ്ണത്തിന് വലിച്ച് പുറത്തിറങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ കൈൻ്റെ ചൂടിന് എറിയും. അളിയ ക്ഷമിക്കണം, അമ്മാവ പറ്റിപ്പോയി. എല്ലാരും ഉണ്ടല്ലോ. ആ മത്തായി, ഞാനൊരു കാര്യം ചോദിച്ചാൽ മത്തായി സത്യം പറയും? മത്തായി ഈ വേഷം സ്വയം കെട്ടിയതാണോ അതോ മകൻ കെട്ടിച്ചതാണോ? എന്താണ് ഇവർ ഇങ്ങനെ ചോദിക്കണത്? അതെ, പാലായിൽ ഒരു അതിർത്തി തർക്ക കേസിൽ സണ്ണി എന്ന് പറയുന്ന ഒരുത്തന്റെ തലയും പൊട്ടിച്ചിട്ട് പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന മത്തായി എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. അപ്പച്ചൻ അറിയോ? എന്തിനു ചോദ്യം? ഞാൻ തന്നെ. എൻ്റെ പൊന്നപ്പച്ച, എന്തിനാണ് നിങ്ങൾ ഈ വേഷം കെട്ടൊക്കെ എടുത്തത്? നിങ്ങൾ എന്തിനാ വന്നതെന്നും എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. എന്തിനാടാ നീ ഈ പാവത്തിനെ ഈ വേഷം കെട്ടിച്ചത്? സത്യം പറഞ്ഞ പാലായിലെ പഞ്ചായത്ത് മെമ്പറും ഇവന്റെ കൂട്ടുകാരും പറഞ്ഞു ഇവനിവിടെ നല്ല സ്ഥിതിയിലാണ് ജീവിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ കാണാൻ ഇവന്റെ അപ്പനും അമ്മയും വരുമ്പോൾ സ്ഥിതിയിലാണ് അവൻ്റെ അപ്പനും അമ്മയും ഒന്ന് ഇവിടുത്തെ കാര്യം ധരിച്ചോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വേഷമൊക്കെ കെട്ടി വന്നത്. അല്ലാതെ ഈ അപ്പന് ഒരു ദുരുദ്ദേശമില്ല. സത്യം കേട്ടോടാ, ഇവര് വേഷം കെട്ടിയതിനകത്ത് കേട്ടില്ലേ? നീ എന്തിനാടാ ഇല്ലാത്ത കാര്യമൊക്കെ നാട്ടിൽ പോയി പറഞ്ഞത്? ലക്ഷപ്രഭുവാണ്, ഞാൻ ഇവിടെ വളരെ സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. അതൊക്കെ കേട്ടോണ്ടല്ലേ അച്ഛൻ ഈ വേഷം കെട്ടിയിറങ്ങിയത്? എടാ, 10-15 വർഷം മുമ്പ് തങ്കം നിന്റെ കൂടെ ഇറങ്ങി വന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ നീ ആരാണ്, നിന്റെ കുടുംബമഹിമ എന്താണെന്ന്? ആരും ചോദിച്ചില്ലല്ലോ. നിന്നെ പോലുള്ള ഒരുത്തനെ ഈ കുടുംബത്തിൽ താമസിപ്പിച്ച് സ്നേഹിച്ച് കഴിയുന്ന ഞങ്ങളോട് നീ ഇത് തന്നെ ചെയ്യണം കേട്ടാ. ഒരു നുണ പറയുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി 100,000 നുണകൾ പറയേണ്ടി വരും. അവസാനം സത്യം എന്താണെന്നുള്ളത് തെളിയുകയും ചെയ്യും.